ടൈമായി പിള്ളേര് കളത്തിലിറങ്ങാനുള്ള ടൈമായിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ട് മനോലോ മാർക്കസ് ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ മത്സരം മൗറീഷ്യത്തിനെതിരായിരുന്നു. ആ മത്സരത്തിൽ ഗോൾ രഹിത സമനില വഴങ്ങേണ്ടി വന്നതിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ചെറുതല്ലാത്ത ഒരു നിരാശയുണ്ട് എന്ന കാര്യം സമ്മതിക്കണം. പക്ഷെ ആ ഒരു മത്സരത്തിൽ മൻവീർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നേറ്റ നിലയിലെ പ്രകടനം കണ്ടതോടുകൂടി ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഒരു കാര്യം വ്യക്തമായി: ഇവന്മാരെ കൊണ്ടൊന്നും കൂട്ടിയാൽ ഇതങ്ങോട്ട് കൂടില്ല. സോ മനോലോ മാർക്കസ് എന്ന പരിശീലകനെ കൃത്യമായിട്ട് കുറെ കാലമായിട്ട് ചെറുതായിട്ടെങ്കിലും ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ പ്രിഫേർഡ് ഫോർമേഷൻസ് 4-2-3-1 അല്ലെങ്കിൽ 4-3-3 ആണെന്നറിയാം. ആ ഒരു സിസ്റ്റത്തിന് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ബാക്കിലേക്ക് ഇറങ്ങി ലിങ്കപ്പ് പ്ലേ കളിക്കാൻ കഴിയുന്ന രണ്ട് ഫിസിക്കലി സ്ട്രോങ് സ്ട്രൈക്കേഴ്സിന്റെ സേവനം നമുക്ക് ആവശ്യമുണ്ട്. രണ്ടോ ഒന്നോ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള പിന്നിലേക്ക് ഇറങ്ങി വന്ന് ലിങ്കപ്പ് പ്ലേ കളിക്കാൻ കഴിയുന്ന സ്കിൽഫുൾ ആയിട്ടുള്ള ഫിനിഷിംഗ് കപ്പാസിറ്റി ഉള്ള സ്ട്രൈക്കേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിക്രം പ്രതാപ് സിംഗിനെ പോലെയുള്ളവരെയും മൻവീറിനെ പോലെയുള്ളവരെയും ഒരിക്കലും വില കുറച്ച് കാണുന്നതല്ല. ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള പിന്നിലേക്ക് ഇറങ്ങുന്ന ലിങ്കപ്പ് പ്ലേ കളിക്കാൻ അത്യാവശ്യം ക്ഷമതയുള്ള രണ്ട് ക്ലബ്ബുകളുടെ അടയിലിരിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ കീഴിലിരിക്കുന്ന നമ്മുടെ ഇഷാൻ പണ്ഡിതയും മുംബൈ സിറ്റിയുടെ കയ്യിലിരിക്കുന്ന ഗുർക്കിരത് സിംഗും. ഈ രണ്ട് താരങ്ങളെയും എടുത്തൊന്ന് പോളിഷ് ചെയ്ത് ഇപ്പൊ ഇറക്കി കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റും. ബ്ലാസ്റ്റേഴ്സ് ഇപ്പം ഇഷാൻ പണ്ഡിതയ്ക്ക് അവസരം കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ അവസരം കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ചെക്കനെ വിട്ട് കഴിഞ്ഞാൽ ചെക്കന്റെ ഫിനിഷിംഗ് എങ്കിലും നന്നായിട്ട് വരും, ചെക്കനെങ്കിലും പെർഫോം ചെയ്യാനുള്ള അവസരം വരും. ആക്ച്വലി ഇപ്പം ഇഷാൻ പണ്ഡിതയും ഗുർക്കിരത് സിംഗും സ്ട്രൈക്കിംഗ് സോണിൽ വരേണ്ട കഴിവ് തെളിയിക്കേണ്ട അവസരമാണ്. കാരണം അവരെ ഇനി നർച്ചർ ചെയ്തെടുക്കണം. മതിയായ അവസരങ്ങൾ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട്. അവസരങ്ങൾ കിട്ടാതെ അവർക്ക് തിളങ്ങാൻ പറ്റില്ല, അവർക്ക് പുരോഗമിക്കാൻ പറ്റില്ല. ഇനിയിപ്പം ഇഷാൻ പണ്ഡിതയും ഗുർക്കിരത്തിനെയും നമ്മൾ എടുത്ത് തേച്ച് മിനിക്കേണ്ട സമയം ആഗതമായിട്ടുണ്ട്. മനോലോ മാർക്കസിന്റെ ശ്രദ്ധയിൽ അത് പെടണം. ISL ക്ലബ്ബുകളും അതൊന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിള്ളേർ ഇറങ്ങാൻ ടൈം ആയിട്ടുണ്ട്.